അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ തണലിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവരണേ. കർത്താവേ, അങ്ങയുടെ കരങ്ങൾ ഈ കൂട്ടായ്മയുടെ മേൽ നീട്ടണേ. എല്ലാ മക്കളെയും അങ്ങ് ഏറ്റെടുക്കണമേ. ഈശോയെ, അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ ശക്തി ഞങ്ങൾക്ക് അനുഭവിക്കാനിടയാകട്ടെ. കർത്താവേ, അങ്ങ് ഞങ്ങളെ ഏറ്റെടുക്കണേ. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയെ മാനസാന്തരപ്പെടുത്താൻ, പുതിയ വ്യക്തികളാക്കാൻ, ദൈവഹിതം നിറവേറ്റുന്ന മക്കളാക്കാൻ, ദൈവേഷ്ടത്തിന് അനുസരിച്ചുള്ള മക്കളാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇത് ആഗ്രഹിക്കണമെങ്കിൽ അത് നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണം, വെളിപ്പെടണമേ. മുഹമ്മദ് ഇസ്രായേലിലൂടെ നമ്മൾ ക്രിസ്ത്യാനികളായി തീർന്നു. നമ്മളെല്ലാം മമൂസ ജലം വീണവർ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളാണ്. ദൈവരാജ്യം ഭൂമിയിലെ സഭയാണ്. ദൈവരാജ്യം ഭൂമിയിലെ സഭയാണ്. കർത്താവിൻ്റെ സഭയാണിത്, സത്യസഭയാണിത്, ഈ കത്തോലിക്ക സഭയാണത്. ആ സഭയ്ക്കുള്ളിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടവരായിട്ട് നമ്മൾ കഴിയുകയാണ്. അവിടെ ബലികൾ അർപ്പിച്ച്, ആരാധന അർപ്പിച്ച്, കൂദാശകൾ സ്വീകരിച്ച് ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുമ്പോൾ എന്നിട്ടും നമ്മളിൽ കുഷ്ഠം എന്തുകൊണ്ട് മാറാത്തത്? നമ്മളെ കുഷ്ഠം മാറാത്ത എന്താ? അതിനെല്ലാം നമ്മൾ യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും നമ്മൾ ന്യായീകരണങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ തന്നെ ഓർത്തോണം, ആ പാപം വീണ്ടും വീണ്ടും വേര് പിടിക്കുകയല്ലാതെ അത് പറഞ്ഞു പോകത്തില്ല, ചുവടേ പിരിഞ്ഞു പോകത്തില്ല. ഈ നാളിൽ നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കണം. ഞാൻ ഈ കഴിഞ്ഞ നാൾ ദൈവം എന്നെ കൊണ്ടുവരുന്ന സ്ഥലമാണ് ഫിൻലൻഡ് എന്നൊരു രാജ്യം. നല്ലൊരു കത്തോലിക്കരുടെ രാജ്യമായിരുന്ന സ്ഥലമാണ്. കാത്തലിക്സിൻ്റെ ഒരു വലിയൊരു കൂട്ടായ്മ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് ദേവാലയങ്ങളുണ്ടായിരുന്ന സ്ഥലമാണ്. സ്വീഡന്, ഡെൻമാർക്ക്, ഈ ഫിൻലൻഡ്, ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ കാത്തലിക് കൺട്രീസ് ആയിരുന്നതാണ്. പക്ഷേ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പേടിച്ചു പോകും. പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോൾ ഫിൻലൻഡ് ചെല്ലുമ്പോൾ ഒരു രാജ്യത്താകെയുള്ളത് ഇപ്പോൾ അവശേഷിക്കുന്നത് ഒരു രൂപതയുണ്ട്. ആ രൂപതയിലാകെ പള്ളിയിൽ പോകുന്ന ദൈവജനത്തിൻ്റെ എണ്ണം കേട്ടുകഴിഞ്ഞാൽ സങ്കടപ്പെട്ടു പോകും. 1200 പേരുള്ളൂ ആകെ പള്ളിയിൽ പോകുന്ന ലിവിങ് ക്രിസ്ത്യൻസ്. രജിസ്റ്റർ ബുക്കിൽ 10,000-ഓളം ആളുകളുണ്ട്. പക്ഷേ ഇത് വന്ന് 1000 ശരിക്കും പറഞ്ഞാൽ വിശ്വാസം ഉപേക്ഷിച്ചു പോയി. അത് കർത്താവില്ലാഞ്ഞിട്ടല്ലിത്, കർത്താവില്ലാഞ്ഞിട്ടല്ല, ദൈവസ്ഥാനത്തും ഇല്ലാഞ്ഞിട്ടുമല്ല, പരിശുദ്ധാത്മാവില്ലാഞ്ഞിട്ടല്ല, സഭയിലൂടെ പരിശുദ്ധ പ്രവർത്തിക്കാണ്ടില്ല, ഉചിതനായ കർത്താവ് ഇല്ലാഞ്ഞിട്ടല്ല. സംഭവിച്ചതിൽ യൂദാസിനെ പോലെ കർത്താവിനെ ഒറ്റിക്കൊടുത്തു പോയ ഒത്തിരിയേറെ ആളുകൾ. അതിന് കാരണം എന്താ? ഉള്ളിൽ കുഷ്ഠം കയറി പിടിച്ചു, പലതരം കുഷ്ഠങ്ങൾ. ഈ കുഷ്ഠങ്ങൾ വരുന്നതാണ് ധനമോഹം, ജ്ഞാനഭാവം, ഇതൊക്കെ കുഷ്ഠങ്ങൾ. ഇതൊക്കെ കയറി പിടിച്ചപ്പോഴത്തേക്കും വിശ്വാസം ഉപേക്ഷിച്ച് പോകുന്ന സംഭവം ഉണ്ടാകും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മാറ്റാൻ ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ നാളുകളിൽ ശുശ്രൂഷയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ, എല്ലാ സ്ഥലങ്ങളും പോകുമ്പോൾ ഒറ്റ കാര്യമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ, ദൈവത്തിൻ്റെ. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ആളുകൾ എൻ്റെ അടുത്ത് ഓടിക്കൊടുമ്പോൾ ഞാൻ പറയും, എനിക്കൊന്നും ചെയ്യാനാവില്ല, എനിക്കൊന്നും ആവില്ല, ഞാനൊരു മനുഷ്യൻ തന്നെയാണ്, അല്ലാണ്ട് ഞാൻ ദൈവമൊന്നും അല്ല, ഞാൻ വെറും സാധാരണ മനുഷ്യൻ തന്നെയാണ്. ദൈവം പ്രവർത്തിക്കുക. അതുകൊണ്ട് നിങ്ങൾ വിളിക്കുക, വിശ്വാസത്തോടെ വിളിക്കുക. കർത്താവ് ഒന്ന് തൊട്ടാൽ മതി. അതുകൊണ്ട് കുഷ്ഠരോഗികൾ വിളിക്കണം, കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ പറ്റും. അങ്ങനെ വിളിച്ചാൽ ആ കർത്താവ് ഒന്നിനെ തൊട്ട് കഴിഞ്ഞാൽ മതി, ബന്ധന വഴി. അതിനുവേണ്ടിയാണ് ആഗ്രഹിക്കേണ്ടത്. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഈ ഒരു അനുഭവം കിട്ടാൻ ആദ്യം ചെയ്യേണ്ടത് നീ അനുദപിക്കണം, എളുപ്പപ്പെടണം, വളരെയധികം എളുപ്പപ്പെടണം. എളുപ്പപ്പെടുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. ദിവ്യബലി, കർത്താവിൻ്റെ ബലിയർപ്പണം നടക്കുമ്പോൾ ഈശോ വരുന്നുണ്ട്. സഭയിലെ ഓരോ കൂദാശയിലും ഈശോ കടന്നു വരുന്നുണ്ട്. ഓരോ വചന പ്രഘോഷണ സമയത്തും കർത്താവ് ഇവിടെ വരുന്നുണ്ട്. വചന പ്രഘോഷണ മേഖലയിൽ കർത്താവിൻ്റെ സാന്നിധ്യം അതിശക്ത വചനമായി ഈശോ ജീവിക്കുന്ന വചനം തന്നെയായ ഉത്ഥിതനായ കർത്താവ് കൂട്ടായ്മ കടന്നു വരുന്നുണ്ട്. ഉറപ്പാണത്. അത് കാണാത്തത് നിനക്ക് അന്ധതയുള്ളതുകൊണ്ടാ. നിന്റെ കണ്ണുകളിൽ മൂടൽ ബാധിച്ചത് കൊണ്ടാ. മൂടലുണ്ട്, അതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. മൂടലുണ്ട്, അശുദ്ധിയുണ്ട്, അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. ദൈവമില്ലാഞ്ഞിട്ടല്ലത്. ഓരോ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും കർത്താവ് വരുന്നുണ്ട്, ജീവനോടെ വരുന്നുണ്ട്. കുമ്പസാരക്കൂട്ടിൽ വെച്ച് കർത്താവ് വരുന്നുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യം ജീവനോടെ വരുന്നുണ്ട്. ഉത്ഥിതനായ കർത്താവ് കടന്നു വരുന്നുണ്ട്. പക്ഷേ അനുഭവിക്കാനായിട്ട് സാധിക്കാത്തതിൻ്റെ കാരണം നിൻ്റെ കണ്ണുകൾക്കൊരു മൂടലുണ്ട്, കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. 2 കൊരിന്ത്യർ 3:11-14 വരെയുള്ള വചനത്തിൽ പറയുന്ന പോലെ ഒരു മൂടുപടം കിടപ്പുണ്ട്. ഇത് കിടക്കുമ്പോൾ നിനക്ക് കർത്താവിനെ കാണാൻ പറ്റില്ല, കർത്താവ് ഇടപെടുന്നത് കാണാൻ പറ്റില്ല, ദൈവ സാന്നിധ്യം കാണാൻ പറ്റില്ല, ഒന്നും കാണാൻ പറ്റില്ല, സഹോദരങ്ങളുള്ള ദൈവത്തെ കാണാൻ പറ്റില്ല, ഒന്നും കാണാൻ പറ്റില്ല. മൂടുപടം അതെങ്ങനെ ഉണ്ടായി? ഈ മൂടൽ എങ്ങനെ ഉണ്ടായി? ഈ മൂടലുണ്ടായത് നമ്മളിലുള്ള അഹങ്കാരം കൊണ്ടാണ്,
വലിയ അഹങ്കാരം മക്കൾ. ഉള്ള കാര്യം തുറന്നു പറയുക. ഈ തലമുറയ്ക്ക് ഒരുപാട് തിരിച്ചടികൾ കിട്ടാൻ പോവുക, ഒരുപാട് നഷ്ടങ്ങൾ. കൂടെയുള്ളവനെ പോലും നഷ്ടപ്പെടുന്ന അനുഭവം ഉണ്ടാകാൻ പോവുക. ഒരുപാട് കരയാൻ ഒരുങ്ങിക്കുള്ളൂ. കാരണം എനിക്കും നിങ്ങൾക്കും, ഞാൻ ഉൾപ്പെടെ, അല്ലാതെ വേറെ ആരെയും മാറ്റി നിർത്തിക്കൊണ്ടല്ല, നമുക്കെല്ലാം ഇന്ന് വലിയൊരു അഹങ്കാരമാണ്. നമ്മളൊക്കെ എന്തോ ആയി എന്നുള്ള ചിന്ത. എല്ലാ സംവിധാനങ്ങളുമായി, വീടുണ്ട്, കൊട്ടാരമുണ്ട്, ചുറ്റുപാടുണ്ട്, സൗകര്യമുണ്ട്, പണമുണ്ട്, കാശുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്. ഇനി ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ ആവില്ല, ഇനി എനിക്ക് ആരുടെ ആവശ്യമൊന്നുമില്ല, പ്രാർത്ഥിച്ചില്ലെങ്കിൽ കുഴപ്പം, എനിക്ക് എൻ്റെ ഈ ലോകം മുഴുവൻ സുഖിക്കണം, തിന്നണം, കുടിക്കണം, ആനന്ദിക്കണം. ഈ ചിന്ത അഹങ്കാരകർ. അപ്പോൾ ഈ അഹങ്കാരത്തിന് അതുകൊണ്ട് എനിക്ക് അറിവുള്ള വ്യക്തിയാണ്. അറിവുകൊണ്ട്, നിൻ്റെ അറിവുകൊണ്ട് നീ എത്ര പേര് യേശു ക്രിസ്തുവിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. നീ നിൻ്റെ അറിവ് കൊണ്ട് എത്ര പേർക്ക് ക്രിസ്തുവിനെ കൊടുത്തിട്ടുണ്ട്. അതാണ് അളക്കേണ്ടത്. നീ അളക്കേണ്ട ഒരു പുസ്തകമുണ്ട്. നിൻ്റെ പ്രാർത്ഥനകളിലൂടെ, നിൻ്റെ സാന്നിധ്യത്തിലൂടെ, നിൻ്റെ അറിവിലൂടെ എത്ര ജന്മങ്ങൾക്ക് പുതുജീവിതം കൊടുക്കാൻ നിനക്ക് പറ്റിയിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടില്ല ഓർത്തുള്ള. നിൻ്റെ അറിവേ പ്രവർത്തിക്കുന്നുള്ളൂ, നീയേ പ്രവർത്തിക്കുന്നുള്ളൂ. പക്ഷേ നിന്നിലൂടെ ദൈവം പ്രവർത്തിക്കുന്നില്ല. അപ്പനമ്മമാരും മക്കളോട് വഴക്കിടുമ്പോൾ ഓർത്തോണം, അപ്പനും അമ്മയും പ്രവർത്തിക്കുന്നുള്ളൂ, പക്ഷെ അവരിലൂടെ ദൈവം പ്രവർത്തിക്കും. അല്ല അച്ഛാ, ഞാൻ രാത്രി പകലൊക്കെ പ്രാർത്ഥിക്കുന്നയാളാ, പള്ളിയിൽ പോകുന്നയാളാ, സംസാരിക്കുന്നയാളാ, കുർബാന സ്വീകരിക്കുന്നയാളാ, ഞാൻ ഉപവസിക്കുന്നയാളാ, എന്നിട്ട് എന്താ വെച്ചാൽ സംബന്ധിച്ചു പോരാ. അവിടെ ദൈവം എവിടെയോ ഒരു കുറവുണ്ട്, എവിടെയോ ഒരു കുറവല്ലേ. ഒരു നിയമജ്ഞൻ വന്നിട്ട് ഈശോയോട് പറഞ്ഞു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഉടനെ ഈശോയുടെ മറുപടി എന്തായിരുന്നു? ഈ കൽപ്പനകൾ പാലിക്കുക. ഉടനെ അവൻ്റെ മറുപടി എന്താ? ചെറുപ്പം മുതലേ, വളരെ ചെറുപ്പം മുതലേ ഞാനിതെല്ലാം പാലിക്കുന്നയാളാണ്. 10 കമാൻഡ്മെൻറ്റ്സും പാലിക്കുന്നുണ്ട്. ദേവാലയ കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുന്നുണ്ട്. ബലിപീഠം കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുന്നുണ്ട്. എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈശോ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നീ പറഞ്ഞതെല്ലാം ശരിയാ, നീ അതെല്ലാം പാലിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് 100% ശരി. പക്ഷേ നിനക്കൊരു കുറവുണ്ട്. നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അതിനുശേഷം ഒന്നും നീ എന്നെ അനുഗമിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? നിനക്ക് എന്നെ ഇതുവരെ ആയിട്ടും അനുഗമിക്കാൻ പറ്റിയിട്ടില്ല. നീ കർമ്മങ്ങളും നിയമങ്ങളും ഒക്കെ വളരെ കൃത്യമായിട്ട് നീ അനുസരിച്ച് ജീവിക്കുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ട് നിനക്ക് എന്നെ അനുഗമിക്കാൻ പറ്റിയിട്ടില്ല. നിനക്കെല്ലാ നിയമങ്ങളും കർമ്മങ്ങളും എല്ലാം വളരെ ഭംഗിയായിട്ട് നീ നിർവഹിക്കുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ട് നിനക്ക് എന്നെ അനുഗമിക്കാൻ പറ്റിയിട്ടില്ല. യു ആർ നോട്ട് എ ഫോളോവർ, യു ആർ നോട്ട് മൈ ഡിസൈപ്പിൾ, യു ആർ നോട്ട് മൈ ഫോളോവർ. നിനക്ക് എന്നെ അനുഗമിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അനുഗമിക്കണമെങ്കിൽ നീ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയാവോ? നിനക്ക് അനുഗമിക്കുന്നതിൻ്റെ തടസ്സമുണ്ട്. ആ തടസ്സം അപ്പോൾ ചോദിക്കും, വൈ? എന്താണ് പ്രശ്നം? വാട്ട് ഇസ് ദ പ്രോബ്ലം ആക്ച്വലി? വാട്ട് ഇസ് ദ പ്രോബ്ലം ബിഹൈൻഡ്? Then Jesus is giving the answer. The only problem, you have something. Praise the Lord. നിന്നിലൊരു കുറവുണ്ട്, നിനക്കൊരു കുറവുണ്ട്. അത് മറ്റൊന്നുമല്ല, നിൻ്റെ ഒരു കുറവ്, നിനക്ക് പണമുണ്ട്, അതാണ് നിൻ്റെ കുറവ്. പ്രൈസ് ദി ലോർഡ്. നിനക്കൊരു കുറവുണ്ട്, ആ കുറവ് നിൻ്റെ ധനമാണ്. ധനം നിൻ്റെ കയ്യിലിരിക്കുന്നത്, അതാണ് നിൻ്റെ കുറവ്. നിന്റെ പേരും പെരുമയുമാണ്, അത് നിന്റെ കുറവായിട്ട് ഈശോ കണ്ടു. അത് കുറവാണ്. നിന്റെ സമ്പത്ത്, അതാണ് നിന്റെ കുറവ്. ധനം നിന്റെ കയ്യിലിരിക്കുന്നു, അത് കയ്യിലിരിക്കുന്നു, അത് നിന്റെ കുറവാണത്. So that you cannot become my follower or my disciple, you cannot become. So you have to repent of your sins. നീ കരയണം, നീ അനുദപിക്കണം, നീ പശ്ചാത്തപിക്കണം. നിനക്കൊരു കുറവുണ്ട്, ഈ കുറവാണ്, അതാണ്. അതപ്പോൾ അവൻ ഒരു വലിയ ധനികനായിരുന്നു എന്ന് പറഞ്ഞ്, അപ്പോൾ ഈ വലിയ ധനികനായിരുന്നു ഇവൻ. അപ്പോൾ ഇവൻ്റെ അത് ദൈവം കാണുന്നത് ആ ധനവും ആ വലിപ്പം, അത് അവൻ്റെ കുറവാണ്. അതുകൊണ്ട് അവൻ എന്നെ ശിഷ്യനാകാനായിട്ടാവില്ല, അവന് വരാനാവില്ല. ഹി കാനോട്ട് ബിക്കം ഹിസ് ഫോളോവർ. ജീസസ് ഫോളോവർ ആകാൻ പറ്റില്ല, ഡിസൈപ്പിൾ ആകാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, അപ്പോൾ അത് മാറണം. അവന് മാറുന്നില്ല, അവന് മാറ്റം ഉണ്ടാകണം. നമ്മളിൽ അഹങ്കാരം പോകണം. അഹങ്കാരം, അതാണ് ജെറമ്യ 50:30. അഹങ്കാരി, ഞാൻ നിനക്കെതിരാണെന്ന് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അഹങ്കരിക്കുന്ന കാൽ തട്ടു വീഴും, അവനെ എഴുന്നേൽപ്പിക്കാൻ ആർക്കുമാവില്ല. അതുകൊണ്ട് അഹങ്കാരം കളഞ്ഞ് എളിമപ്പെട്ട് വിളിച്ച് അപ്പോൾ ഈശോ വന്നിട്ട് നമ്മൾ കുഷ്ഠങ്ങൾ എടുത്ത് മാറ്റട്ടെ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ ഇഷ്ടംപോലെ കർത്താവ് തരട്ടെ. അതല്ല നമ്മൾ ശരിക്കും അതിനേക്കാളും വലുത് നമ്മളിലെ ചില
ദുർമോഹങ്ങളാണ്. അതാണ് രോഗം. ആ രോഗം അപ്പോൾ ശാരീരിക രോഗത്തിലൂടെ സൗഖ്യത്തെക്കുള്ള ആത്മീയ രോഗങ്ങൾ സുഖം പ്രാപിക്കട്ടെ, മനസ്സിൻ്റെ രോഗങ്ങൾ സുഖം പ്രാപിക്കട്ടെ, അപ്പൻ്റെ ചില രോഗങ്ങൾ വിട്ടുപോകട്ടെ, അമ്മയിലെ ചില രോഗങ്ങൾ വിട്ടുപോകട്ടെ, മകനിലുള്ള ചില രോഗങ്ങൾ വിട്ടുപോകട്ടെ, മകളിലെ രോഗങ്ങൾ അത് വിട്ടുപോകാതെ ശാരീരിക രോഗങ്ങളോ അഴിഞ്ഞു പോയിട്ട് യാതൊരു കാര്യമില്ല. ശരീരത്തിൻ്റെ ബന്ധനം അഴിഞ്ഞു പോയിട്ട് കാര്യമൊന്നുമില്ല. പോകേണ്ടത് ആത്മാവിൻ്റെ മനസ്സിൻ്റെ രോഗങ്ങളാണ്. സ്വാർത്ഥത എന്നുള്ള രോഗം, അശുദ്ധി എന്നുള്ള കുഷ്ഠരോഗം, ഈ കുഷ്ഠരോഗം അത് വിട്ടുപോകാൻ വേണ്ടി ഈ കൃപയുടെ ശുശ്രൂഷ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എനിക്കറിയാവുന്നൊരു പയ്യൻ, അവന് വിദേശ രാജ്യത്തുള്ള, അവൻ ജനിച്ചു വളർന്നതെല്ലാം ബോൺ ആൻഡ് ബോട്ടപ്പ് പിന്നെ അവൻ ഇംഗ്ലണ്ടിലാണ്. ശരിക്കും അവിടെ തന്നെ ജനിച്ചു വളർന്ന പയ്യൻ, മിടുക്കനൊരു പയ്യൻ, 18-20 വയസ്സുണ്ട്. അവനെ ഞാൻ കണ്ടുമുട്ടുന്നത് 4-5 വർഷം മുമ്പ്. ഒരുപാട് കുറവുകളുണ്ട്. അന്ന് അവന് 16-17 വയസ്സ് പ്രായമുള്ള ഇവൻ സകലത്തിന്മേയും ഒരു വ്യക്തിയിൽ എന്തൊക്കെയാണ്, ഡ്രഗ്സ്, കഞ്ചാവ്, മദ്യം, മറ്റെല്ലാത്തിന്മേയും ഈ കുട്ടിയിലുണ്ട്. അവന് പഠനമെല്ലാം ഉഴപ്പി തകർന്ന്. അപ്പോൾ നമ്മുടെ ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ കർത്താവിൻ്റെ ശുശ്രൂഷ, ഇത് കർത്താവിൻ്റെ ശുശ്രൂഷ, കൃപയുടെ ശുശ്രൂഷ, ഡൊമിനിക്കസിൻ്റെ ശുശ്രൂഷയല്ല, ഇത് കർത്താവിൻ്റെ ശുശ്രൂഷയാണ്. കർത്താവിന് ശുശ്രൂഷ പങ്കെടുത്ത് ഇവരെ തലേക്ക് വെച്ച് ബന്ധിച്ച് വളർത്തിച്ച് ഇവൻ താഴോട്ട് വീണിങ്ങനെ വായിക്കൂടുന്ന ഒരേയും പൊത്തയൊക്കെ വന്ന് ഏളകി മറിഞ്ഞ് ഇവനങ്ങ് വിടുതൽ പ്രാപിച്ചു. അത് എഴുന്നേറ്റതോടെ അവനങ്ങ് സുഖപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ സുഖപ്പെടുകയല്ല, അവൻ്റെ ആത്മാവിലുള്ള മുഴുവൻ കുഷ്ഠങ്ങളും മാറിപ്പോയി. അവൻ്റെ മനസ്സിൻ്റെ കുഷ്ഠം മാറിപ്പോയി, ശരീരത്തിൻ്റെ കുഷ്ഠം. അവൻ്റെ ശരീരത്തിനൊന്നും ആരോഗ്യ പ്രശ്നമില്ല, മനസ്സിനും ആത്മാവിനും മാത്രമേ കുഷ്ഠം ഉണ്ടായിരുന്നുള്ളൂ. ആ 2 മേഖലയിലും അവൻ്റെ കുഷ്ഠങ്ങളെല്ലാം മാറിപ്പോയി. ഇപ്പോൾ അവനുണ്ടല്ലോ നന്നായിട്ട് ദൈവവചനം പ്രഘോഷിക്കും. അവൻ മുടങ്ങാതെ പള്ളിയിൽ പോകും, ആരുടെയും കുറ്റം ബൈബിൾ പഠിച്ചു, നന്നായിട്ട് പഠിച്ചു. ആ വൈദികരുടെ കീഴിൽ നിന്നുകൊണ്ട് അവൻ ദൈവരാജ്യത്തിന് വേണ്ടി അവൻ ഇപ്പോൾ 22-23 വയസ്സ് പ്രായമായപ്പോഴേ ഒരു 40 വയസ്സ് 45 വയസ്സ് പ്രായമുള്ളൊരു പക്വതയുള്ള ഒരു വ്യക്തിയെപ്പോലെ പെരുമാറും. അവരുടെ സംസാരം എല്ലാം മാറി. ശരിക്കും അവന് മാറിയതുകൊണ്ട് ദൈവം അവനെ തൊട്ടതുകൊണ്ട്. ഈ കൃപാഭിഷേക ശുശ്രൂഷ ഈശോയുടെ നാമത്തിൽ ഞാൻ പറഞ്ഞു, ഈശോയുടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ ശുശ്രൂഷയാണ്. അത് കർത്താവ് ചെയ്യുന്ന പാപികളാണ് ഞങ്ങളെ കൂടി ഈ വചന ശുശ്രൂഷ ചെയ്യുന്നു. ഈ വചനം അതാണ് അപ്പോസ്തല പ്രവർത്തനം 10-44 വചനം പറയുന്നത് പോലെ, പത്രോസ് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അതിൻ്റെ കാരണം എന്താ? വചനം പറഞ്ഞുകൊണ്ട് പോകും. ഈശോയെ, വചനമാരാ? ഈശോയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും ആത്മാവ് വന്നിറങ്ങി. എല്ലാ പാപത്തിനും നമുക്ക് കുമ്പസാരത്തിലൂടെ പാപമോചനം കിട്ടുമ്പോഴും അതിന് ശേഷം നിൽക്കുന്ന തലമാണ് പാപകടം എന്നൊരു മേഖലയുണ്ട്. പാപകടം എന്നത് അത് ഒരു സഹനത്തിലൂടെ മാത്രമേ അത് നീങ്ങിപ്പോവുള്ളൂ. അത് കാലിക ശിക്ഷ, അതൊരു ശിക്ഷ എപ്പോഴും ഒരു സഹനം നിറയുന്നതാണ്. അപ്പോൾ ഒരു സഫറിങ് ഉണ്ടാകുന്നതാണ്. ഏത് പാപത്തിനും അതിൻ്റെ പരിണിതപരം ഒരു സഫനം ദൈവം കൊടുക്കുക. അത് ആത്മവിശുദ്ധീകരണത്തിന് വേണ്ടി തരുന്ന സംഭവം. അപ്പോൾ കാലിക ശിക്ഷയുണ്ട്, അതൊരു പറയും. അതിനാണ് ടെമ്പറൽ പണിഷ്മെൻറ്റ്, ഇറ്റേണൽ പണിഷ്മെൻറ്റ്, ടെമ്പറൽ പണിഷ്മെൻറ്റ്. ആ പാപ കടം കിടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ കടം മാറുന്നത് ഒന്നെങ്കിൽ ഭൂമിയിൽ വെച്ചുള്ള ശുദ്ധീകരണം കൊണ്ടോ, ഭൂമി വെച്ച് ശുദ്ധീകരണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ശുദ്ധീകരണം കൊണ്ടാണ് അത് നീക്കപ്പെട്ട് ഒരാത്മാവ് ദൈവത്തിൻ്റെ തിരുമുഖം ദർശിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് പാപകടം നീങ്ങാതെ ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ തിരുമുഖം കാണാനായിട്ട് ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ് സഭയുടെ പഠനം. അപ്പോൾ ഒരു കുമ്പസാരം എന്ന കൂദാശയിലൂടെ 100% നമുക്ക് പാപമോചനം എന്ന് വെച്ചാൽ നിത്യശിക്ഷയിൽ നിന്ന് നമുക്ക് ഇളവ് കിട്ടുകയാണ്. നരകാഗ്നിയിലോട്ട് പിന്നെ ആ ആത്മാവ് പോകുന്നില്ല. പക്ഷെ അതേസമയം ആ ആത്മാവിനൊരു പണിഷ്മെൻ്റ് ഉണ്ടാകും. അത് ശാരീരികമായോ മാനസികമായോ ഒരു പണിഷ്മെൻ്റ് ആ വ്യക്തിക്കുണ്ടാകും. അതാണ് ടെമ്പറൽ പണിഷ്മെൻറ്റ്. അത് വരാൻ കാരണം ആ പാപത്തിൻ്റെ കടം ഒന്ന് സംഭവം കിടപ്പുണ്ട്, അത് തീരണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഒരാളുടെ കയ്യിൽ നമ്മൾ 1,00,000 രൂപ നമ്മൾ ഒരിടത്ത് മോഷ്ടിച്ചെന്ന് കരുതുക. മോഷ്ടിച്ച ശേഷം നമ്മൾ പറഞ്ഞു, നമ്മൾ കുമ്പസാരം കൂട്ടിച്ചെന്നു, ഞാൻ മോഷ്ടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പാപമോചനം കൊടുത്തു വെച്ച് പറയും, ആ പൈസ നീ തിരിച്ചു കൊടുക്കണം, ആ കടം തീർക്കാനായിട്ട് തേക്കണം, ആ കടം നീ തീർക്കണം, അപ്പോൾ തിരിച്ചു കൊടുക്കാൻ പറയും. അപ്പോൾ ചില മേഖല നമുക്ക് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത, ഇപ്പോൾ ഒരു അബോർഷനൊക്കെ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ പാപകടം കിടക്കുക, ആ പാപകടം കിടക്കും. ആ പാപകടം നീങ്ങുന്നത് അതിനുവേണ്ടിയുള്ള സഭ പറയുന്നത്, നമ്മുടെ പാപകടം നീങ്ങാനുള്ള ആദ്യത്തെ വഴി പരിശുദ്ധ കുർബാന അർപ്പണം തന്നെയാണ്, ബലിയർപ്പണം തന്നെയാണ്, കർത്താവിൻ്റെ കാൽവരി ബലി. അതാണ് സഭ പഠിപ്പിക്കുന്നത്. കടങ്ങളുടെ പൂർത്തിക്കും
പാപങ്ങളുടെ മോചനത്തിനുമായിട്ട് അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും പങ്കുചേർന്നുകൊണ്ട് ദൈവജനത്തിന് പാപകടത്തുന്ന മോചനങ്ങൾ, പാപമോചനവും പാപകടവും, രണ്ട് പാപകടങ്ങളിൽ നിന്നുള്ള മോചനവും സഭ കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഉള്ളതാണ് മറ്റു കൂദാശകളോടെല്ലാം ഈ കടങ്ങളുടെ മോചനം. അന്ത്യകൂദാശ, നമുക്ക് അവസ്ഥ നമുക്കറിയാം, രോഗീലേപനം എന്നുള്ള അതൊക്കെ കൊടുക്കുമ്പോഴൊക്കെ, ആ കൂദാശ കൊടുക്കുമ്പോഴൊക്കെ ഈ കടങ്ങളുടെ മോചനം സഭ കൊടുക്കുക. അതുകൂടാതെ വർഷത്തിലെ മുഴുവൻ നോയമ്പുകൾ ആചരിക്കാൻ പറയുന്നതും മുഴുവൻ കടങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ്. ഉപവാസം എടുക്കാൻ പറയുന്നത് ഈ കടങ്ങൾ വീട്ടാൻ വേണ്ടിയാണ്. ഭക്ഷണം, അത് നമ്മുടെ സന്തോഷങ്ങളൊക്കെ, മാംസങ്ങൾ, മത്സ്യമാംസങ്ങളൊക്കെ വർജിക്കാൻ പറയുന്നത് ഈ കടങ്ങൾ മാറ്റാൻ വേണ്ടി. കടങ്ങളും അത് മാറണം, അല്ലെങ്കിൽ അതിന് തക്കതായ ചില അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ ചില സഹനങ്ങളൊക്കെ ദൈവം അനുവദിക്കുന്നു. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ ചില രോഗങ്ങളൊക്കെ ഭേദമാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ചിലപ്പോൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് സൗഖ്യമൊന്നും കിട്ടാത്തതെന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ അത് കടങ്ങളുടെ മോചനത്തിനായിട്ട് ദൈവം ആൾക്ക് കൊടുക്കുന്നു. അതൊരു ദൈവത്തിൻ്റെ ശിക്ഷയായിട്ട് കാണരുതെന്നാണ് കാത്തലിക് ചർച്ച്. അതൊരു ദൈവത്തിൻ്റെ സ്നേഹമായിട്ട്, ഒരു ആത്മാവിനെ നവീകരിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പ്രവർത്തനമായിട്ട് അതിനെ കാണാനുള്ള സഭയ്ക്ക് കിട്ടിയിരിക്കുന്ന വലിയ കൃപാവരം, കടങ്ങൾ മോചിക്കുവാനുള്ള സഭയ്ക്കുള്ള ഒരു വലിയൊരു കൃപയുണ്ട്. സഭയുടെ വലിയൊരു അനുഗ്രഹത്തിൻ്റെ ഉറവയുണ്ട്. സഭ അതാണല്ലോ, രക്ഷയുടെ ഒരു കുദാശയാണല്ലോ സഭ. സഭയിൽ ഇത് നിക്ഷേപിച്ചിരിക്കുകയാണ്. കരുണയുടെ പ്രവർത്തികൾ ചെയ്യണം. അതായത് നമുക്ക് പറ്റുന്നത്രയും കരുണ കൊടുക്കുക. നമ്മൾക്ക് ചില ആൾ വിട്ടുവീഴ്ച കൊടുക്കുക. ചിലപ്പോൾ അപ്പനോട് കരുണ കാണിക്കുക, അമ്മയോട് കരുണ കാണിക്കുക, മകനോട് കരുണ കാണിക്കുക, മകളോട് കരുണ കാണിക്കുക, മാതാപിതാക്കളോട് കരുണ കാണിക്കുക. പഴയ നിയമത്തിൽ പറയുന്ന 3 കാര്യങ്ങളുണ്ട്. അനാഥനോടും വിധവയോടും പരദേശിയോടും കരുണ കാണിക്കുക, അനുകമ്പ കാണിക്കുക. അനാഥൻ, വിധവ, അതുപോലെ പരദേശി, നിൻ്റെ ദേശത്ത് താമസിക്കുന്ന വിജാതീയരായ ആളുകൾ, അവരോട് പോലും നീ കരുണ കാണിക്കുക. എല്ലാവരോടും കരുണ കാണിക്കുക എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ അത് ഇത്രയും ചെയ്ത് പ്രവർത്തികൾ ചെയ്തുകൊണ്ട് അവിടെ കരുണയുടെ പ്രവർത്തികൾ ചിലത് കരുണക്കൊന്ന് മാത്രം ചെല്ലിയേ പോരെ. ഒരു പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് കരുണ കിട്ടണമെന്നില്ല, കരുണ കിട്ടും, പക്ഷെ അത് ഒരു തലം മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് കരുണയുടെ പ്രവർത്തികൾ കൂടി ചെയ്ത് വേദനിക്കുന്ന മക്കളോട് കൂടെ ജീവിതത്തിൽ അതുകൂടെ ചെയ്ത് വേണം ഈ കരുണ. അപ്പോൾ കടങ്ങളുടെ മോചനം കിട്ടുക. അപ്പോൾ ഈ കടങ്ങളുടെ മോചനം കിട്ടുക, അത് പൂർണ്ണമായ കടങ്ങളുടെ മോചനവും അതല്ലെങ്കിൽ ഭാഗികമായിട്ട്, അതാണ് പൂർണ്ണദണ്ഡ വിമോചനവും ഭാഗികമായ ദണ്ഡവിമോചനവും, 2 സംഭവമുണ്ട്. അപ്പം പൂർണ്ണമായ ദണ്ഡവിമോചനം, ഈ കടങ്ങൾ മുഴുവൻ വീട്ടപ്പെടുന്ന സംഭവം, അത് ചിലപ്പോൾ ഈ ഒരു കാര്യം ചിലപ്പോൾ നമ്മുടെ നമ്മളെ 100 വർഷം ചിലപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കേണ്ടി വരുന്ന കാലയളവിനെ ചിലപ്പോൾ അടച്ചു കിട്ടും. അത് ചിലപ്പോൾ അത് കിട്ടാവുന്ന കാരണം സഭയുടെ ഒരു പവർ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന അപ്പുറമാണ്. സഭയുടെ അധികാരത്തെ നമുക്കൊരിക്കലും നമ്മുടെ ബുദ്ധിയുടെ അളവ് കൊണ്ട് അളക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെ യോഗ്യതയാലുള്ള ഈ പാപമോചനം, അതിനെ നമ്മുടെ ബുദ്ധിയുടെ അളവുകോല് കൊണ്ട് അളക്കാൻ ഒരിക്കലും ആവില്ല. അതിനേക്കാളൊക്കെ 1000 മടങ്ങ് നമുക്ക് അനുഭവിക്കാൻ പറ്റും. അഹംഭാവവും അഹങ്കാരവും ഞാനെന്ന ഭാവമൊക്കെ ഒന്ന് താഴെ കളഞ്ഞിട്ട് ദൈവമേ കരുണയായിരിക്കണമേ എന്ന് വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ഉയർത്തിപ്പിടിച്ച് സ്നേഹിതൻ ദൈവം ഒറ്റ വിളിച്ചങ്ങ് ഈശോയെ അടിയട്ടെ 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 ഉച്ചത്തിൽ പ്രാർത്ഥിക്കട്ടെ. വിടുതൽ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഈ കൂട്ടായ്മയിലും ദേശം മുഴുവനിലേക്ക് കടന്നു വരണമേ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഒറ്റ വിളിച്ചേ കുടുംബങ്ങളെ തടസ്സങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ മക്കളിലേക്കും കർത്താവേ അങ്ങയുടെ തിരുരക്തം തളിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തിരിച്ചോറ് തളിക്കണം. തിരുരക്തം ഒഴുകണം. ഈശോയെ ഓരോ വ്യക്തിക്ക് അത് അനുഭവം കൊടുക്കണം. അനുഭവം മാത്രം മതി കർത്താവ്. അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഞങ്ങൾ കഴുകണം.
ഓരോ പരിശുദ്ധ കുർബാന ഈ സമയത്ത് അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ലോകം മുഴുവൻ അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ നിന്ന് സിദ്ധപ്പെടുന്ന തിരുരക്തം കൊണ്ട് ഇപ്പോൾ ഈ കൂട്ടായ്മയെ കഴുകണേ, വിശുദ്ധീകരിക്കണേ. ഒറ്റ വിളിച്ചോയേ. വലിയൊരു തിന്മയുടെ ബന്ധനം, പൈശാചിക ശക്തി ഈ കൂട്ടായ്മയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതായിട്ടും, ഈ കൂട്ടായ്മയിലേക്ക് ആത്മാവ് ഇറങ്ങുന്നതായിട്ട്, പരിശുദ്ധാത്മാവ്, സത്യാത്മാവ് പ്രവർത്തിക്കുന്ന വെളിപ്പെട്ട് കിട്ടുന്ന കാര്യങ്ങൾ ഉയർത്തിച്ചേ. പോരാ, ഉച്ചത്തില് ഈശോയുടെ പരിശുദ്ധ രക്തം ഈ സ്ഥലത്ത് തളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് വെളിപ്പെട്ട് കിട്ടുന്നു. ഒറ്റ വിളിച്ചോ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഈ കൂട്ടായ്മയുള്ള മുഴുവൻ തിന്മയുടെ അരൂപികളെ കൂട്ടത്തോടെ ബന്ധിക്കുന്നു, ദേശത്തിന്റെ കെട്ടഴിക്കുന്നു. വചനം കേൾക്കാൻ, സുവിശേഷത്തിലേക്ക് വരാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ മക്കളിലും തിന്മയുടെ ശുദ്ധരെ ബന്ധിക്കുന്നു. ഒറ്റ വിളി കരമെടുത്ത് ഈശോയെ. സ്തുതിക്കുന്നു.